മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. കണ്ണു നിറഞ്ഞല്ലോ. സന്തോഷം കൊണ്ടാ. മീരയ്ക്ക് സന്തോഷമായ എനിക്കും സന്തോഷമായി. പോയി വരൂ. അമ്മേ, ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ഒരു ജോലിയുടെ കേസ് പറഞ്ഞിരുന്നില്ലേ? അത് ഏകദേശം ശരിയായിട്ടുണ്ട്. ഈ ആഴ്ച ഒന്ന് ബാംഗ്ലൂർക്ക് പോകണം. നിനക്ക് ബാംഗ്ലൂർ ജോലിക്ക് പോയാ എത്ര രൂപ ശമ്പളം കിട്ടും? ആ സിറ്റിയിൽ ജീവിക്കാൻ നിനക്ക് മാസം എത്ര രൂപ ചെലവ് വരും? അമ്മ അവിടെ താമസിക്കാൻ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർ അവിടെ വീടെടുത്തിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ നിൽക്കും. എടാ, എന്നാലും അവർക്ക് നീ നിന്റെ പങ്ക് കൊടുക്കണ്ടേ? നിനക്ക് ഇവിടെ വീട്ടിൽ നിന്നിട്ട് നിന്റെ ചെലവ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നീ എങ്ങനെ പിന്നെ ബാംഗ്ലൂർ പോയി പിടിച്ചു നിൽക്കുന്നേ? അമ്മ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വരുമാനമൊന്നും ഇല്ലല്ലോ. മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. എല്ലാം സ്വയം നിയന്ത്രിച്ചല്ലേ പറ്റൂ. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. നീ പോകുന്നതിനോട് എനിക്ക് ഒരു അഭിപ്രായവും ഇല്ലെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാ. അമ്മമാർക്ക് മക്കൾ അടുത്തുനിന്ന് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് പോവാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനൊന്നും വെറുതെ ഉണ്ടാക്കി പറയുന്ന കാരണങ്ങളല്ല. നീ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ മീരയുടെ കല്യാണം ഉറപ്പിച്ചു. ഈ സമയത്ത് നീ ഇവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞാ ഹരിയേട്ടൻ എന്ത് വിചാരിക്കും? അമ്മേ, ഞാനതിനിപ്പോൾ പോകുന്നത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. പോയിട്ട് ഉടനെ തിരിച്ചു വരും. പിന്നെ മീരയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടി അങ്ങോട്ട് പോവൂ. മോനെ, മീരെ വിവാഹം കഴിക്കാൻ പോകുന്നതേ വലിയൊരു ബിസിനസ്സുകാരനാ. വലിയൊരു കമ്പനിയുടെ MD-യാ. കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മളൊക്കെ അവരുടെ ബന്ധുക്കളാ. മീര അവിടെ ജോലിക്ക് കയറിയപ്പോ നിനക്കും അവിടെ ഒരു ജോലി വാങ്ങിത്തരാൻ പറ്റുമെന്ന് നീ അവളോട് ചോദിച്ചല്ലേ? അതെ, അന്ന് അവൾ അതിന് ഇന്റർവ്യൂവിന്റെയും അന്വേഷണങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞല്ലേ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞത്. നാളെ അവൾ അതേ കമ്പനിയുടെ മുതലാളിയാവുക. അവിടെ നിനക്കൊരു നല്ല ജോലി തരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അവള് മാത്രം തീരുമാനിച്ച നടക്കുന്ന കാര്യമല്ലല്ലോ അമ്മേ. അതൊക്കെ നടക്കും. നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണമെന്നേ ഉള്ളൂ. ഇത്രയും നാള് നീ കാത്തിരുന്നില്ലേ? കുറച്ചു ദിവസം കൂടി കാത്തിരുന്ന നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ശമ്പളത്തില് നിനക്ക് ഇവിടെ തന്നെ ജോലി കിട്ടും. അതൊക്കെ നടക്കും അമ്മേ. നടക്കും, നടത്തണം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ പല ആഗ്രഹത്തില് പലതും പ്രതീക്ഷിച്ച് ഓരോന്ന് ചെയ്യും. എന്നിട്ട് ഒന്നും നടക്കാതെ അവസാനം നിരാശരായിട്ട് നടക്കും. വല്ലവരുടെയും കയ്യിൽ പണമുണ്ടെന്ന് കരുതി നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി സ്വപ്നം കണ്ടുകൊണ്ട് നടന്നാലേ ഒരു പ്രയോജനം ഉണ്ടാകില്ല അമ്മേ. ഉള്ള സമയം കളയാതെ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അത്രയും ഗുണമുണ്ടാവും. ശരി, എന്നാ നീ ബാംഗ്ലൂർ തന്നെ പൊക്കോ. പക്ഷേ ചെലവിന് കാശില്ല, വിചാരിച്ചതുപോലെ അത് ശരിയായില്ല, ഇതില്ല, അതില്ല എന്നൊന്നും പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. വിളിക്കില്ല, ഞാൻ അതൊന്നും പറഞ്ഞു വിളിക്കില്ല. എനിക്ക് മനസ്സിലായി. മുത്തശ്ശന്റെ കയ്യിൽ കുറെ കാശിരിപ്പുണ്ട്. ആ ധൈര്യത്തിലല്ലേ നീ ഇതൊക്കെ പറയുന്നത്? മോനെ, നിന്റെ അച്ഛന്റെ ഇൻഷുറൻസ് കിട്ടിയ പണം മുഴുവനും ഞാൻ ചെലവാക്കിയത് നിനക്ക് വേണ്ടിയാ. അതൊന്നും ഉപകാരത്തിൽ കൊള്ളാതെ പോയി. ഇപ്പൊ നിനക്കെന്തോ ഈശ്വരാധീനം കൊണ്ട് കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതെ നീ നോക്കിയാ നിനക്ക് തന്നെ ഭാവിയിൽ അത് ഉപകാരപ്പെടും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത് ഞാൻ എത്ര നാൾ ഇവിടെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കണമെന്ന്? ആദ്യം മീരയുടെ വിവാഹം ഒന്ന് കഴിയട്ടെ.
അത് കഴിഞ്ഞ് കാര്യങ്ങള് അവളുടെ നിയന്ത്രണത്തിലെത്തണം. അതൊക്കെ എങ്ങനെ നടക്കാനാ അമ്മേ? മീരയ്ക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. നീ അങ്ങനെ അവളെ കുറച്ച് കാണാതെ. വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ വിചാരിച്ചിട്ട് പോലും കിട്ടാതെ പോയ ജോലി അവൾ പുല്ലുപോലെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ നേടിയെടുത്തില്ലേ? അതേ കമ്പനിയുടെ MD അവളെ കല്യാണം ആലോചിച്ചില്ലേ? അതൊക്കെ അവളുടെ ഭാഗ്യമല്ലേ അമ്മേ? ഈശ്വരൻ നൂലിക്കെട്ടി ഇറക്കി കൊടുക്കുന്നത് പോലെ ഓരോ ഭാഗ്യങ്ങൾ അവൾക്ക് കിട്ടിയല്ലേ? അതുകൊണ്ട് കമ്പനിയുടെ അധികാരം അവൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവോ? അതൊക്കെ നീ നോക്കിക്കോ. സമയമാവുമ്പോ എല്ലാം അവളുടെ കൈ വരും. അതെങ്ങനെ? അതിനു വേണ്ട ഉപദേശങ്ങളൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തോളാം. അമ്മേ, അത്തരം കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞ മീര അനുസരിക്കൂ? അനുസരിപ്പിക്കണം. അതാണല്ലോ നമ്മുടെ മിടുക്ക്. നീ ക്ഷമയോടിരിക്കും മോനെ. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ പതിയെ പതിയെ നേടിയെടുക്കും. നീ കണ്ടോ? ശരി. സുഭദ്രേച്ചിയായിരുന്നു ഫോണില്. ഉടനെ തന്നെ വിവാഹം നടത്തണമെന്നാ സുഭദ്രേച്ചി പറയുന്നത്. അതിലിനി പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ലല്ലോ, ഉടനെ നടത്തിയേക്കാം. സുഭദ്രേച്ചി ഡേറ്റ് നോക്കി മുഹൂർത്തമൊക്കെ കുറിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ എടിപിടിന്ന് ചെയ്ത് എങ്ങനെയാ ശരിയാവുന്നേ? അവര് മീരയുടെ അസുഖത്തിന്റെ കാര്യം മറച്ചു വെച്ചതുപോലെ മറ്റു വല്ലതും ഉണ്ടോന്നൊക്കെ അന്വേഷിക്കണ്ടേ? അല്ലാതെ ഇങ്ങനെ ചാടിക്കറി വിവാഹം നടത്തിയ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ മാത്രമായിരിക്കും. മീരയെ നമ്മൾ ജോലിക്ക് അപ്പോയിന്റ് ചെയ്തപ്പോ തന്നെ ആവശ്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയതാ. പിന്നെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, ആദർശ് പറഞ്ഞതാ ശരി. ഇനി വെറുതെ വൈകിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആന്റി അയച്ചു തന്ന ഡേറ്റ് ഹരിയങ്ങളിൽ അയച്ചു കൊടുത്തിട്ട് അവർക്കത് ഓക്കെ ആണോന്ന് ചോദിക്കണ്ടേ അമ്മേ? ചോദിക്കണം. പിന്നെ അവരോടും കൂടെ ആരെങ്കിലും കൊണ്ട് മുഹൂർത്തം നോക്കിക്കാൻ പറയണം. അതെന്തിനാ? ആന്റി ഒന്ന് നോക്കി പറഞ്ഞതല്ലേ. ആന്റി എന്താ അമ്മയ്ക്ക് വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പക്ഷെ അവരെ കൊണ്ടുകൂടി നോക്കിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾക്കിടയിൽ നാളെ അതൊരു സംസാരമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മ പറഞ്ഞത് ശരിയാ. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല അമ്മേ. നമുക്ക് പറ്റുന്ന ഒരു ഡേറ്റ് നമ്മൾ പറയുക, അവരതിന് സമ്മതിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? അബി, നീ ശ്രമിക്കുന്ന എന്തിനാണെന്ന് നിന്റെ ഈ സംസാരം കേട്ട ആർക്കായാലും മനസ്സിലാവും. അത് വേണ്ട. ഞങ്ങളെ ഈ വിവാഹം നടത്താനാ ശ്രമിക്കുന്നത്, അല്ലാതെ മുടക്കാനല്ല. അമ്മ ഹരിയെങ്കിലും ഇപ്പൊ തന്നെ വിളിക്കുന്നുണ്ടോ? രാവിലെ വിളിക്കാം, അതാ നല്ലത്. എന്തിനാ ഇത്ര ധൃതി? അമ്മ പറഞ്ഞതുപോലെ രാവിലെ വിളിച്ചാ പോരെ? മതി, രാവിലെ വിളിച്ചാൽ മതി. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ വെറുതെ ചോദിച്ചൊന്നും അല്ല, നിനക്ക് നല്ല ധൃതിയുണ്ട്. വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് ആന്റി പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ടപ്പോ നിന്റെ മുഖം തിളങ്ങുന്നത് ഞാൻ കണ്ടതാ. സമ്മതിച്ചു, എനിക്ക് നല്ല ധൃതിയുണ്ട്. നാളെ എങ്കിൽ നാളെ തന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പോരെ? നിനക്ക് എന്തിന്റെ കേടാ അബി? മോളെ, മോൾ എന്തെടുക്കുക? ഒന്നുമില്ല അച്ഛാ, ഞാനിങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. മോളിരിക്കെ. വിവാഹം അടുത്തു, എല്ലാം പെട്ടെന്നായിരിക്കും. എനിക്കിവിടുന്ന് പോവാൻ വയ്യ അച്ഛാ. ഓർക്കുമ്പോ തന്നെ മനസ്സിന് എന്തോ ഒരു വയ്യായികയാ. എന്തായാലും പോയല്ലേ പറ്റൂ മോളെ. അത് എത്രയും നേരത്തെ ആകുന്നോ അത്രയും നല്ലത്. ഞാൻ പോകുന്നതില് അച്ഛന് സങ്കടമില്ലേ? അച്ഛന്റെ കടമയാണ് മകളെ നല്ലൊരു വരനെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിക്കാന്നുള്ളത്. മോളെ വിട്ടുപോകുന്നതിൽ എത്ര സങ്കടമുണ്ടെങ്കിലും അച്ഛനത് ചെയ്തല്ലേ പറ്റൂ. മോളുടെ ജീവിതം സുരക്ഷിതമായ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തിയാലേ അച്ഛന് സമാധാനം ഉണ്ടാവും. അതെന്റെ മാത്രമല്ല, എല്ലാ പെൺകുട്ടികളുടെയും അച്ഛനമ്മമാരുടെ മനസ്സിലെ ഒരു വിങ്ങലാണ്. പക്ഷേ ഞങ്ങൾ ആണുങ്ങൾക്ക് അതധികം പുറത്ത് കാണിക്കാൻ പറ്റില്ല. ആണുങ്ങളുടെ കണ്ണ് നനഞ്ഞാൽ അത് കഴിവുകേടായാണ് സമൂഹം കാണുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ആ വേദനയൊക്കെ ഉള്ളിലൊതുക്കും.
അച്ഛന് ഒത്തിരി സങ്കടമുണ്ടല്ലേ? പിന്നെ എന്തിനാ അച്ഛാ ഇങ്ങനെ ധൃതി വെച്ച് ഈ കല്യാണം നടത്തുന്നത്? അതിന്റെ ആവശ്യമെല്ലാം ഞാൻ ഒരുപാട് തവണ പറഞ്ഞില്ലേ മോളെ. നമ്മുടെ കൂടെ മോളുടെ അമ്മയില്ല. ഈ സമയത്തൊക്കെ അമ്മ കൂടെ വേണ്ടതാണ്. വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എങ്ങനെ പെരുമാറണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും അമ്മ കൃത്യമായിട്ട് പറഞ്ഞു തന്നേനെ. എനിക്ക് അതൊന്നും എങ്ങനെ പറഞ്ഞു തരേണ്ടെന്നറിയില്ല. എന്നാലും എല്ലാരോടും സ്നേഹത്തിൽ വേണം മോള് പെരുമാറാൻ. ആർക്കും വിഷമം ഉണ്ടാവുന്ന ഒന്നും പറയരുത്. ഇല്ല അച്ഛാ. എന്റെ മോള് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അച്ഛനറിയാം. എന്നാലും പറഞ്ഞേ ഉള്ളൂ. പിന്നെ മോളെ ആരെങ്കിലും വിഷമിപ്പിച്ചാലും അതൊന്നും വലിയ വഴക്കിലേക്ക് എത്താതെ നോക്കണം. അതൊക്കെ മോൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ബീനാമ്മയുടെ അടുത്ത് മോള് നിൽക്കുന്നത് എങ്ങനെയെന്ന് അച്ഛൻ കണ്ടിട്ടുള്ളതല്ലേ. ഇനി അതിനെക്കുറിച്ചൊന്നും അച്ഛൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം. അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കാതിരുന്നാ മതി. അച്ഛന് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനേ അറിയൂ. മോള് മുത്തശ്ശിയെ കാണുമ്പോ ബാക്കിയെല്ലാം സംസാരിക്കേ. പിന്നെ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോണം. എവിടെയാ പോകേണ്ടത്, എന്തൊക്കെയാ വേണ്ടതെന്ന് മോള് പറഞ്ഞാ മതി. എനിക്കങ്ങനെ ആർഭാടമൊന്നും വേണ്ടെന്ന് അച്ഛൻ അറിയാവുന്നല്ലേ? അതൊക്കെ ശരിയാണ്. എങ്കിലും മോള് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മായയ്ക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. മോള് വളർന്ന് വലുതായി വിവാഹപ്രായമാകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് മായ പറയാറുണ്ടായിരുന്നു. അന്നു മുതലേ മോളുടെ വിവാഹത്തിന് വേണ്ട പണമൊക്കെ സമ്പാദിക്കാൻ എന്നെ ശീലിപ്പിച്ചത് മായയാ. മായ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. അച്ഛൻ മായ പറഞ്ഞതിനൊന്നും മുടക്കം വരുത്തിയിട്ടുമില്ല. അതുകൊണ്ട് മോൾക്ക് ആർഭാടത്തിനൊന്നും താല്പര്യമില്ലെങ്കിലും കുറച്ചൊക്കെ അണിഞ്ഞൊരുങ്ങണം. നമ്മുടെ ഇഷ്ടം മാത്രമല്ലല്ലോ. ആദർശിന്റെ വീട്ടുകാരും ബന്ധുക്കളും നോക്കുമ്പോൾ എൻ്റെ മോൾക്ക് ഒന്നിനും ഒരു കുറവുള്ളതായിട്ട് തോന്നരുത്. നമ്മളാൽ കഴിയുന്ന എന്താണോ അത് നമ്മൾ ചെയ്യണം. അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി. അച്ഛാ, ഞാൻ പോയി കഴിഞ്ഞ് അച്ഛനും വിഷമിക്കരുത്. എന്നെ ആശ്വസിപ്പിക്കാൻ അച്ഛൻ പല കാര്യങ്ങളും പറയും. പക്ഷേ അച്ഛനെ ആരെ ആശ്വസിപ്പിക്കാനാ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് വിഷമിക്കണ്ട. ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം. എൻ്റെ മോളെന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അത് ഈ അച്ഛനെ കാണണം. എൻ്റെ മോള് ചെന്നു കയറിയ വീട്ടിലെ എല്ലാവരും മോളെക്കുറിച്ച് നല്ലത് മാത്രം പറയണം. അതാണ് ഇനിയുള്ള ഈ അച്ഛൻ്റെ പ്രാർത്ഥന. എന്നാ മോള് കിടക്കാൻ നോക്ക്. അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മീരയുടെ വിവാഹം മുടങ്ങിപ്പോവെന്നാ ഞാൻ കരുതിയത്. കഷ്ടകാലത്തിന് വീണ്ടും ശരിയായി. ഇനി ആ ബീനയുടെ ജാട മുഴുവൻ ഞാൻ കാണണമല്ലോ. മീരയ്ക്ക് വിധിച്ച ആദർശാണെങ്കിൽ ആ വിവാഹം തന്നെ നടക്കും. അതിൽ നീ കുശും പറക്കിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ബീനയുടെ മുന്നിൽ തോറ്റത് ഞാനാ. അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്റെ മുന്നിൽ ഭയങ്കര അഹങ്കാര. ഇനിയിപ്പോ എന്തായിരിക്കും ഭാവം? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകുന്നേ? ബീന നിന്റെ കൂടെ അല്ലല്ലോ താമസിക്കുന്നത്, അവരുടെ വീട്ടിലല്ലേ. നീ ആണെങ്കിൽ അങ്ങോട്ട് പോകാറുമില്ല. പിന്നെന്താ? എന്നാലും ഇതിപ്പോ അവള് കോടീശ്വരന്റെ അമ്മായിയമ്മയായില്ലേ. ആ നാശത്തിനെ ഹരിയുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ എന്റെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്റെ തന്നെ ബീനെ ഹരി വിവാഹം കഴിച്ചതേ ഇന്നും ഇന്നലെ ഒന്നല്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പല്ലേ. പിന്നെന്തിനാ നീ ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ മനസ്സുരുകുക. എത്രയും പെട്ടെന്ന് വിദ്യയുടെ വിവാഹം നടത്തണം. അതിന് ആദർശിനേക്കാൾ കോടീശ്വരനായ ഒരു പയ്യനുമായി വിദ്യയുടെ വിവാഹം നടത്തിയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവൂ.
തന്നെ വിവാഹം വാശിക്ക് നടത്തേണ്ട കാര്യമല്ല. വിദ്യയുടെ വിവാഹം അവളുടെ ഇഷ്ടത്തിന് മാത്രമേ നടക്കൂ. അവിടെ പണത്തിനോ പ്രതാപത്തിനോ അല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുക. എൻ്റെ മോളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നോക്കാൻ കഴിയുന്ന ഒരുത്തന് മാത്രമേ ഞാൻ അവളെ കൊടുക്കൂ. ഓഹോ, എന്നിട്ട് മീരയുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? ആദർശിന്റെ പണം കണ്ടിട്ടല്ല ഞാൻ ഈ വിവാഹത്തെ സപ്പോർട്ട് ചെയ്തത്. ആദർശിന് മീരയോടുള്ള സ്നേഹം കണ്ടിട്ടാ. പിന്നെ ജോലിക്കും കാര്യങ്ങൾക്കും പ്രാധാന്യം ഇല്ലെന്നല്ല, പക്ഷെ അത് മാത്രമല്ലല്ലോ കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം മക്കളെക്കാൾ കാര്യം പെങ്ങളുടെ മകളോടാ. അതാ എല്ലാം തികഞ്ഞ ചെറുക്കനെ അവൾക്ക് വേണ്ടി വിവാഹം ഉറപ്പിച്ചിട്ട് ഇപ്പരുന്ന് തത്വം പറയുന്നത്. എടീ, സത്യത്തിൽ കുശുമ്പ് ബീനയ്ക്കല്ല, നിനക്കാ. ധന്യം, നീ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് നിനക്ക് തന്നെ കുഴപ്പമാവും. നിങ്ങളെ കല്യാണം കഴിച്ചപ്പോഴേ എനിക്ക് കിട്ടേണ്ട ദോഷമൊക്കെ കിട്ടിയല്ലോ. ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? അതുകൊണ്ട് കൂടിയാ എന്റെ മകൾക്ക് നല്ലൊരു കല്യാണം വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ ഗതിയാവോ അവൾക്കും. നിനക്ക് എന്ത് കുറവാ ഈ വീട്ടിലുള്ളത്? ഒരു കുറവുമില്ല. എന്താ പോരെ? അല്ല ധന്യ, പറയേ, നിന്റെയോ മക്കളുടെയോ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഒരമ്മയുടെ ടെൻഷനും വിഷമമൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മീരേക്കാൾ മൂത്തതാ എന്റെ വിദ്യ. എന്നിട്ട് വിദ്യയെ നിർത്തി മീരയുടെ വിവാഹം നടത്തുമ്പോ നാട്ടുകാരെന്ത് പറയും? ഇനി എന്റെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നാട്ടുകാർ വിചാരിക്കില്ലേ? അതിന് നിന്നെ പോലെ അല്ല മറ്റുള്ളവര്. നമ്മുടെ മോക്ക് ഇപ്പൊ പഠിക്കാനാ താല്പര്യം. അതിപ്പോ അവള് ചെയ്യട്ടെ. പിന്നെ വിവാഹം, അത് വിവാഹത്തിന്റെ സമയമാകുമ്പോൾ അങ്ങ് നടക്കും. ഭംഗിയായി ഞാനത് നടത്തുകയും ചെയ്യും. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല, അവൾക്ക് വേണ്ടി. എന്ത് പറഞ്ഞാലും ഈ ന്യായം ഉണ്ടല്ലോ പറയാൻ. മനോജേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ബീനയുടെ മരുമകനേക്കാൾ പണവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉള്ള പയ്യനെ തന്നെ വേണം എനിക്ക് മരുമകനായിട്ട് വരാൻ. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ധന്യേ, അതിന് നിന്റെ സമ്മതമല്ല, വിദ്യയുടെ സമ്മതമാ വേണ്ടേ. അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബാക്കിയൊന്നും നോക്കേണ്ട കാര്യവുമില്ല. ഓഹോ, അപ്പൊ ഞാൻ പ്രസവിച്ച് വളർത്തിയ മകൾക്ക് മേൽ എനിക്ക് അവകാശം ഇല്ലെന്നാണോ പറയുന്നത്? അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എഴുതാപ്പുറം വായിക്കാൻ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ. ധന്യേ, ആദ്യം നിന്റെ ഈ ചീപ്പ് ജലസി ഒന്ന് മാറ്റിവെച്ച് മനസ്സൊന്ന് ശുദ്ധമാക്ക്. അപ്പൊ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ? എനിക്ക് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതി. എനിക്ക് സാമൂഹ്യ സേവനം നടത്താൻ താല്പര്യമില്ല. ഓ ധന്യ, നിന്നെ എന്തു പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല. ശരി, അതിന് മനോജേട്ടൻ ശ്രമിക്കണ്ട. നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ വിദ്യയ്ക്കൊരു പയ്യനെ കണ്ടെത്താൻ എനിക്ക് സാധിക്കും. അത് ഞാൻ ചെയ്തോളാം. അവസാനം എല്ലാം ശരിയാവുമ്പോ എതിർക്കാൻ വരാതിരുന്നാ മാത്രം മതി. നിന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം. മറിച്ച് എൻ്റെ മകളുടെ കാര്യമാണെങ്കിൽ ഞാൻ അഭിപ്രായം പറയും. വേണ്ടാത്തതാണെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും. മോളുടെ ഇഷ്ടമാണ് നീ നോക്കുന്നതെങ്കിൽ എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അത് മോളുടെ ഇഷ്ടത്തിന് മാത്രം. ഹലോ. ആ, ഞാൻ മാധവിയാണ്. മനസ്സിലായി. സുഭദ്രേച്ചി വിളിച്ചിരുന്നു. വിവാഹത്തിനൊരു ഡേറ്റ് നോക്കി മുഹൂർത്തം കുറിച്ച് ചേച്ചി അയച്ചു തന്നിട്ടുണ്ട്. ആണോ? അതെ, ഡേറ്റ് കുറച്ച് അടുത്ത ദിവസമാണ്. എന്തായാലും ചേച്ചി അയച്ചതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഹരിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ കൂടി വിശ്വാസമുള്ള ആരെ കൊണ്ടെങ്കിലും ഒന്നുകൂടി നോക്കി ഉറപ്പിച്ചോളൂ. അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. എന്നാലും വിവാഹത്തിന്റെ കാര്യമല്ലേ, ഒരഭിപ്രായം കൂടി ചോദിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിലൊക്കെ പിന്നീട് അതൊരു സംസാരത്തിനിടയാകും. ശരി, അങ്ങനെയാണെങ്കിൽ തിരുമേനിയുടെ അഭിപ്രായം കൂടി ചോദിച്ചു പറയാം. ആ, അതാണ് നല്ലത്. അപ്പൊ എല്ലാം നോക്കി തീരുമാനിച്ച ശേഷം വിവരം അറിയിച്ചാൽ മതി. അറിയിക്കാം. എങ്കിൽ ഹരി വിളിച്ചാൽ മതി. ഓക്കെ. എന്താ ഹരിയേട്ടാ? മാധവ മാഡമാ വിളിച്ചത്. പുതിയ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല, വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ അവര് പറയുന്നത്. അത് നല്ലതല്ലേ. ഇനിയും വെച്ച് താമസിപ്പിച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാലോ?
അതിലും നല്ലത് പെട്ടെന്ന് നടത്തുന്ന. അതൊക്കെ ശരിയാ. പക്ഷെ മീരയുടെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിങ്ങനെ എടുത്തു പിടിച്ച പോലെ നടത്തിയാൽ എങ്ങനെ ശരിയാവും?